അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളെ പുണ്യമായ റമദാൻ മാസം നമ്മളിലേക്ക് വരികയാണ്. വിശുദ്ധമായ റമദാൻ മാസം നമ്മളിലേക്ക് വരുമ്പോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്, നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. എന്റെ അറിവിന്ദിലാവിന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളോട് സ്നേഹത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചില്ലേ, പവിത്രമായ പരിശുദ്ധമായ റമദാൻ മാസം നിങ്ങളിലേക്ക് വരുമ്പോ ആ റമദാനിനെ നല്ലതുപോലെ നിങ്ങൾ സ്വീകരിക്കണേ സ്വഹാബ. ആ റമദാനിനെ നല്ലതുപോലെ നിങ്ങൾ സ്വീകരിക്കണേ സ്വഹാബ. ആ വിശുദ്ധമായ റമദാൻ മാസത്തെ നല്ലതുപോലെ നിങ്ങൾ സ്വീകരിക്കണേ സ്വഹാബ. പുണ്യമായ റമദാൻ 1, 2, 3 ദിവസങ്ങൾ കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളിലേക്ക് പുണ്യമായ റമദാൻ വരുമ്പോ ആദ്യം നമ്മൾ ആ മാസത്തിന്റെ ബഹുമാനം മനസ്സിലാക്കണോ. എത്ര വലിയ തെറ്റ് ചെയ്തവരാണെങ്കിലോ, എത്ര വലിയ പാപങ്ങൾ ചെയ്തവരാണെങ്കിലോ അവർക്കെല്ലാം അല്ലാഹുവിനോട് തൗബ ചെയ്യാനുള്ള അവസരമാ, പടച്ച റബ്ബിനോട് മാപ്പ് ബോധിക്കുവാനുള്ള അവസരമാ, പടച്ച റബ്ബിലേക്ക് മടങ്ങാനുള്ള അവസരമാ. നിസ്കരിക്കാത്തവർക്ക് നിസ്കാരം തുടങ്ങി യജമാനനായ റബ്ബിലേക്ക് കൽബ് തിരിക്കാനുള്ള അവസരമാണ് പരിശുദ്ധമായ റമദാൻ. ഹറാമിയത്തിന്റെ ചെങ്ങലയുടെ കോട്ട വലിച്ചെറിഞ്ഞ പടച്ച റബ്ബിലേക്ക് പെക്കമയുടെ മനസ്സിനെ അല്ലാഹുവിലേക്ക് കൊണ്ടുപോകാനുള്ള ഏറ്റവും വലിയ അവസരമാണ് പരിശുദ്ധമായ റമദാൻ. കാലങ്ങളായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയാതെ വാശിയോടുകൂടെ ദേശത്തോടുകൂടെ പരസ്പരം അഹങ്കാരത്തോടെ അഹംഭാവത്തോടെ ജീവിച്ച മനുഷ്യരെ നിങ്ങൾക്ക് നന്നാവാനുള്ള അവസരമാണ് പരിശുദ്ധമായ റമദാൻ. ഒരാളെ ചീത്ത വാക്ക് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച് കുറ്റവും കുറവും പറഞ്ഞു നടന്നവരെ നിങ്ങൾക്ക് നന്നാവാനുള്ള അവസരമാണ് പരിശുദ്ധമായ റമദാൻ. ഭാര്യ അടിച്ച് വേദനിപ്പിച്ച് ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരു തീരെ കൂടെ പോയ ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട ഭർത്താവിനെ വഞ്ചിച്ച് മറ്റൊരുത്തിന്റെ കൂടെ പോയ പെങ്ങളെ, എല്ലാത്തിലും മാപ്പ് പറഞ്ഞ് യജമാനനായ റബ്ബിലേക്ക് അടുക്കാനുള്ള അവസരമാണ് പരിശുദ്ധമായ റമദാൻ. കൊല്ലങ്ങളായിട്ട് നിങ്ങളെ മക്കളെ കല്യാണം വന്നപ്പോഴും നിങ്ങളെ അയൽവാസിയെ വിളിച്ചില്ലല്ലോ, നിങ്ങളെ വീട്ടിലൊരു സൽക്കാരം നടന്നപ്പോഴും അയൽവാസിയെ വിളിച്ചില്ലല്ലോ, നിങ്ങളെ വീടിന്റെ നേരെ മുൻഭാഗത്തായിട്ട് പോലെ ഒന്ന് സലാം പറയാ നിങ്ങളെ മടി കാണിച്ചില്ലേ. അങ്ങനെ കാലങ്ങളായി അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയാതെ പിണക്കത്തോടെ നടന്നവർക്ക് പരസ്പരം മിണ്ടാനും സലാം പറയാനും പരസ്പരം ഒന്ന് മിണ്ടി പറയാനുള്ള അവസരമാണ് പരിശുദ്ധമായ റമദാൻ. ടെൻഷനാണ്, സങ്കടമാണ്, കടങ്ങളാണ്, പ്രതിസന്ധിയാണ്, പ്രയാസമാണെന്ന് പറഞ്ഞ് ഹറാമായ മദ്യങ്ങൾ വെച്ച് നടന്നവരെ കള്ളുകുടിയിൽ നിന്ന് മോചനം നടത്തി കഞ്ചാവ് വലി ഉപേക്ഷിച്ചുകൊണ്ട് ഹറാമിയത്തിനുള്ള ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് അല്ലാഹു എന്ന സുഖലോഭയിലേക്ക് മടങ്ങാറുള്ള അവസരമാണ് പരിശുദ്ധമായ റമദാൻ. മഗ്‌രിബ് നിസ്കാരങ്ങളിന് അറിവിന്നിലാവ് പോലോത്ത ആത്മീയ മജ്‌ലിസുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് കേൾക്കാൻ അവസരം കിട്ടിയിട്ടും സിനിമ കാണുന്ന, സീരിയൽ കാണുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അവർക്കും നന്നാവാറുള്ള അവസരമാ പരിശുദ്ധമായ പുണ്യ റമദാൻ. ഒരുപാട് ആളുകൾ അറിവിന്നിലാവിന്റെ മജ്‌ലിസിലിരുന്ന് യാസീൻ ഓതുമ്പോ, ഒരുപാട് ആളുകൾ അറിവിന്നിലാവിന്റെ മജ്‌ലിസിലിരുന്ന് തബാറക് ഓതുമ്പോ, എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെങ്കിൽ പോലും അറിവിന്നിലാവിന്റെ മജ്‌ലിസിലിരുന്ന് വാക്യം ഓതുന്ന പ്രിയപ്പെട്ട ഉമ്മമാര്, ഉപ്പമാര്, 10,000-കണക്കിന് ഉമ്മമാരുണ്ടാകുമ്പോ എല്ലാം മാറ്റിവെച്ച് ഒഴിവ് സമയം മറാമിയത്തിന് ചെലവഴിക്കുന്ന ആളുകളുണ്ടോ അവർക്കും നന്നാവാറുള്ള അവസരമാണ് പരിശുദ്ധമായ റമദാൻ. ആരും കാണാതെ പടച്ച റബ്ബിന്റെ
ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളുമായി ജീവിച്ചവരാരാ? അവർക്കും നന്നാവാനുള്ള അവസരമാ പരിശുദ്ധമായ റമളാൻ. ആ പുണ്യമായ റമളാനാൻ 1-2 രാവ് കഴിഞ്ഞാൽ നമ്മളിലേക്ക് വരാൻ പോകുന്നത്. അല്ലാഹു റമളാനിലേക്ക് നമ്മുടെ ആയുസ്സിനെ നീട്ടിത്തരട്ടെ. വബല്ലഗനാ റമളാൻ വബല്ലഗനാ റമളാൻ വബല്ലഗനാ റമളാൻ. അല്ലാഹുവേ, റമളാനിലേക്ക് ഞങ്ങൾ ആയുസ്സിനെ എത്തിക്കണം അല്ലാഹ്. റമളാനിലേക്ക് ഞങ്ങൾ ആയുസ്സിനെ എത്തിക്കണം അല്ലാഹ്. റമളാനിലേക്ക് ഞങ്ങൾ ആയുസ്സിനെ എത്തിക്കണേ നാഥാ. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയട്ടെ, 4 വിഭാഗം ആളുകളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗം ആഗ്രഹിക്കുന്നതാണ് സ്വഹാബ. 4 വിഭാഗം ആളുകളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗം ആഗ്രഹിക്കുന്നതാണ് സ്വഹാബ. 4 വിഭാഗം ആളുകളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗം ആഗ്രഹിക്കുന്നതാണ് സ്വഹാബ. ആരാണ് നബിയേ? മൻഹും യാ റസൂലല്ലാഹ്. അവരാരാണ് നബിയേ? പുണ്യമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുണ്യമായ മദീനയിലെ മസ്ജിദുൻ നബവിയിൽ മഹാന്മാരായ സ്വഹാബത്തുൽ കിറാമിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹുവേ, അതിൽ നിന്ന് ഒന്നാമത്തെ വിഭാഗമാരാ? മരിച്ചു കഴിഞ്ഞാൽ അവനെ എനിക്ക് കിട്ടണമല്ല. ആ മയ്യത്ത് എനിക്കുള്ളതാണ് അല്ലാ. ആ പെണ്ണിന്റെ മയ്യത്ത് എനിക്കുള്ളതാണ് അല്ലാ. ആ ബാപ്പാന്റെ മയ്യത്ത് എനിക്കുള്ളതാണ് അല്ലാ. ആ ഉമ്മയുടെ മയ്യത്ത് എനിക്കുള്ളതാണ് അല്ലാ. ആ ചെറുപ്പക്കാരന്റെ മയ്യത്ത് എനിക്കുള്ളതാണ് അല്ലാ. ആ ചെറുപ്പക്കാരുടെ മയ്യത്ത് എനിക്കുള്ളതാണ് അല്ലാ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിനോട് സ്വർഗ്ഗം ഇങ്ങനെ പറയുകയാണ്, ആ മയ്യത്തിനെ എനിക്കൊന്ന് തരാവോ? ആ മയ്യത്തിനെ എനിക്കൊന്ന് തരാവോ? സ്വർഗം നമ്മളെ ചോദിക്കുമെന്നാണ്. നമ്മൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുന്നുണ്ടല്ലോ. എന്നാൽ സ്വർഗം അല്ലാഹുവിനോട് ചോദിക്കുന്ന വിഭാഗമുണ്ട്. അവരാരാ? അവരാരാ? ഇന്നൽ ജിനാന യസ്തഖിന ഇലാ 4 നഫർ. ഒന്നാമത്തേതാരാ? സ്വാഇമീ റമളാൻ. പവിത്രങ്ങളുടെ പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമളാൻ. ആ റമളാനിനെ ആഗ്രഹിക്കുന്ന ആളുകളാ. റമളാനെന്ന് വന്നിരുന്നെങ്കിൽ, റമളാനെന്ന് വന്നിരുന്നുവെങ്കിൽ, റമളാനെന്നായിരുന്നുവെങ്കിൽ എനിക്കൊരുപാട് ഇബാദത്ത് ചെയ്യാലോ അല്ലാഹ്. റമളാനെന്ന് വന്നിരുന്നെങ്കിൽ എനിക്കൊന്ന് നോമ്പ് പിടിക്കാലോ അല്ലാഹ്. റമളാനെന്ന് വന്നെങ്കിൽ എനിക്ക് നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കാലോ അല്ലാഹ്. എന്റെ പാപഭാരങ്ങളെ, എന്റെ തെറ്റുകുറ്റങ്ങളെ പടച്ച റബ്ബിനോട് ഞാൻ ചെയ്തു കൂട്ടിയ പാപഭാരക്കെട്ടുകളെ എല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ എനിക്ക് ഇറക്കി വെക്കാലോ അല്ലാഹ്. ഇനി കല്ലിന്റെ ലോകത്തേക്കില്ല, ഇനി സിനിമയുടെ ലോകത്തേക്കില്ല, ഇനി സീരിയലിന്റെ ലോകത്തേക്കില്ല, ഇനി കോമഡി ഷോയുടെ ലോകത്തേക്കില്ല, ഇനി വ്യഭിചാരത്തിലേക്കില്ല, ഇനി പലിശയിലേക്കില്ല, ഇനി ഹറാമായ ചാറ്റുകളിലേക്കില്ല, ഇനി ഹറാമായ ഒരു പ്രവർത്തനങ്ങളിലേക്കും ഞാനില്ല. റമളാൻ വന്നിരുന്നുവെങ്കിൽ അല്ലാഹ്, റമളാൻ വന്നിരുന്നുവെങ്കിൽ അല്ലാഹ്, എനിക്ക് നേരത്തെ പള്ളിയിൽ പോവാലോ, എനിക്ക് ഖുർആൻ ഓതാലോ, റമളാനിലാവിരുന്ന് കുറെ വാദ് കേൾക്കാലോ, കുറെ സ്വലാത്ത് ചൊല്ലാലോ, കുറെ ദിക്ർ ചൊല്ലാലോ, പാവങ്ങളെ സഹായിക്കാലോ അല്ലാഹ്, പാവങ്ങളെ നോമ്പ് തുറപ്പിക്കാലോ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട ഭാര്യ കുറെ കാലമായി പിണക്കത്തിലാണ്. റമളാനെന്ന് വന്നിരുന്നുവെങ്കിൽ, റമളാനല്ലേ മോളെ, നീ വീട്ടിലേക്ക് വായെന്ന് പറഞ്ഞ് സലാം പറഞ്ഞ് വിളിച്ചാൽ അവള് വരുമല്ലോ. വർഷങ്ങളായി പിണങ്ങി നിൽക്കുന്ന മാതാപിതാക്കളോട് ഉമ്മാ ബാപ്പാ റമളാനല്ലേ പൊരുത്തപ്പെടണമെന്ന് പറയുമ്പോ അവര് നന്നാവാ സാധ്യതയുണ്ടല്ലോ. പരസ്പരം കാലങ്ങളായി പിണങ്ങിക്കഴിയുന്ന കുടുംബക്കാരോട്, അയൽവാസികളോട്, കൂട്ടുകാരോട് മാപ്പാക്കണേ.
റമളാനാണ് വരാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഒന്ന് മിണ്ടാൻ, ഒന്ന് സലാം പറയാൻ, ഒന്ന് അടുത്തിട്ട് പെട്ടികിടപഴകാൻ, പഴയതുപോലെ കൂട്ടുകാരെ പോലെ, കൂട്ടുകാരികളെ പോലെ, കുടുംബക്കാരെ പോലെ തോളോട് ചേർന്ന് നടക്കാൻ റമളാനിൽ നിന്നിട്ട് വേണം സലാം പറയാൻ. എനിക്ക് നന്നാവാമല്ലോ. അങ്ങനെ റമളാനിനെ ആഗ്രഹിക്കുന്ന വിഭാഗമാരാ, അങ്ങനെ റമളാനിനെ കൊതിക്കുന്ന വിഭാഗമാരാ, ആ വിഭാഗത്തെ അല്ലാഹുവിന്റെ സ്വർഗ്ഗം കൊതിക്കുമെന്നാണ്. ഉമ്മമാരെ കൊതിക്കുക റമളാൻ, ഉപ്പമാരെ കൊതിക്കോ റമളാൻ. ചെറുപ്പക്കാരാ, നിന്റെ മനസ്സിൽ ആഗ്രഹം കൊണ്ടുവാ ചെറുപ്പക്കാരാ, പരിശുദ്ധമായ റമളാൻ. ചെറുപ്പക്കാരികളെ, നിങ്ങളെ മനസ്സിലേക്ക് നിങ്ങൾ ആഗ്രഹം കൊണ്ടുവാ മോളെ റമളാൻ. കുഞ്ഞു പൂമാറ്റ മക്കളെ, പുതിയ തൊപ്പി ധരിച്ച് നോമ്പ് തുറന്ന് പള്ളിയിലേക്ക് തറാവിക്ക് പോകുന്ന പ്രിയപ്പെട്ട കുഞ്ഞു പൂമാറ്റ മക്കളെ, അല്ലാഹുവേ ആരോഗ്യത്തിനനുസരിച്ച് നോമ്പ് പിടിക്കാൻ അത്താഴത്തിന്റെ ഉമ്മാന്റെ കൂടെ എഴുന്നേൽക്കണമെന്ന് വാശി പിടിച്ച് കരഞ്ഞ് കിടന്നിറങ്ങുന്ന പൂമ്പാറ്റ മക്കളെ, റമളാനാണ് വരുന്നത്. ആ റമളാന് നിങ്ങൾ ആഗ്രഹിക്കണം മക്കളെ. ഉമ്മ, നിങ്ങളെ വീട് ആഗ്രഹിക്കണം ഉമ്മ. നോമ്പ് വന്നിട്ടും മടിച്ചു മാറാത്ത വീടായി മാറാൻ പാടില്ല. റമളാൻ വന്നിട്ടും വീടുകൾ വൃത്തിയാക്കാത്ത വീടായി മാറാൻ പാടില്ല. റമളാൻ വന്നിട്ടും നനച്ചുളിയില്ലാത്ത വീടായി മാറാൻ പാടില്ല. റമളാൻ വന്നിട്ടും റമളാനിനെ സ്വീകരിക്കാത്ത വീടുകളായി മാറാൻ പാടില്ല. അതുകൊണ്ടാണ് മഹാന്മാരെ പഠിപ്പിക്കുന്നത്, നീ റമളാനിനെ ആഗ്രഹിക്കുന്നുണ്ടോ? റമളാനിനെ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ സ്വർഗ്ഗം നിങ്ങൾ ആഗ്രഹിക്കുമെന്നാ. റമളാൻ വന്നെങ്കിൽ എന്ന് നിങ്ങളെ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ അല്ലാഹുവിന്റെ സ്വർഗ്ഗം ആഗ്രഹിക്കുമെന്നാ. അല്ലാഹുവേ, ഞങ്ങൾ അത്തരക്കാരെ ഉൾപ്പെടുത്തണേ അല്ലാ. അപ്പൊ ഒന്നാമത്തെ വിഭാഗമാരാ റമളാൻ ഒന്ന് വന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരെ സ്വർഗം ആഗ്രഹിക്കും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചിനോ? നിങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചിനോ? ആഗ്രഹിക്കണം നമ്മൾ. അല്ലാഹ് റമളാൻ എന്ന് വന്നിരുന്നുവെങ്കിൽ, അല്ലേ, റമളാൻ നോമ്പൊന്ന് വന്നിരുന്നുവെങ്കിൽ, അങ്ങനെ ആഗ്രഹിക്കുന്നവരാരുണ്ടോ? അങ്ങനെ ആഗ്രഹിക്കുന്നവരാരുണ്ടോ? അതല്ലാതെ പഠിച്ചോനെ ഇനിയിപ്പോ ഒരു മാസം പത്തണിക്ക് കഞ്ഞിയില്ല, ഉച്ചക്ക് ചോറുമില്ല, വൈകുന്നേരം ചായയില്ല, മരുവാകുമ്പോ എപ്പോഴാ വിളിയാ? അങ്ങനെയാണോ? അല്ല, അല്ലല്ലോ. റമളാൻ എന്ന് വന്നിരുന്നെങ്കിൽ നോമ്പ് വരട്ടെ, നോമ്പ് വന്നിട്ട് വേണം എന്റെ കച്ചവടമൊക്കെ ഒന്ന് ഉഷാറാക്കാന്. അങ്ങനെയാണോ? റമളാൻ എന്ന് വന്നിരുന്നുവെങ്കിൽ എന്തിനാഗ്രഹിക്കണം? എനിക്കൊന്ന് നന്നാവണം. റമളാൻ എന്ന് വന്നിട്ട് വേണം. റമളാൻ വരാൻ നിൽക്കണ്ട, എന്റെ മുമ്പേ നന്നാവാ. പക്ഷെ ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അത് നമ്മുടെ ഒരു എന്താ പറയാ, ഒരു ത്വര, എന്താ പറയാ, അതന്നെ ഒരു ആശ, ഒരു ഇഷ്ക്, ഒരു റമളാനിനോടുള്ള ഒരു വല്ലാത്ത സ്നേഹം. നോമ്പൊന്ന് വന്നിട്ട് വേണം. ഒരു ജമാഅത്ത് ഞാൻ ഒഴിവാക്കൂല. കറക്റ്റ് ദ പോയിന്റ്. നോമ്പൊന്ന് വന്നിട്ട് വേണം ഖുർആൻ ഖത്മ് തീർക്കണം. നോമ്പൊന്ന് വന്നിട്ട് വേണം കുറെ വഅദ് കേൾക്കണം. റമളാനില്ല ഒരൊറ്റ ഒന്നും ഒഴിവാക്കൂല. നോമ്പൊന്ന് വന്നിട്ട് വേണം ഒരൊറ്റ തറാവി ഞാൻ ഒഴിവാക്കൂല. അങ്ങനെ നല്ലതിനെ നമ്മൾ ആഗ്രഹിക്കണം. നല്ലതിനെ നോമ്പ് വന്നിട്ട് വേണം എന്റെ കച്ചവടം ഒന്ന് ഉഷാറാക്കാൻ. നോമ്പിനൊന്ന് പൊടിച്ചണം. നോമ്പട തുറന്നിട്ട് സോഡ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ മറ്റുണ്ടാക്കിയിട്ട് കച്ചവടമൊക്കെ നടക്കട്ടെ. എല്ലാ കച്ചവടവും വേണം, എല്ലാ കച്ചവടം. പക്ഷെ ഇബാദത്ത് അവിടെ കുറഞ്ഞു പോകരുത്. എല്ലാ കച്ചവടം വേണം. എല്ലാ കച്ചവടക്കാർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ ആമീൻ പറയും. കുറെ നഷ്ടങ്ങളൊക്കെ കുറെ കാലത്ത് നമ്മൾ അനുഭവിച്ചു. കൊറോണ കാലത്ത് കുറെ കച്ചവടങ്ങളൊന്നും നടക്കാതെ അല്ലാഹു അതിന്റെ ഇരട്ടി അല്ലാഹു എല്ലാവർക്കും കൊടുക്കട്ടെ. എല്ലാ കച്ചവടക്കാർക്കും അല്ലാഹു കൊടുക്കട്ടെ. എല്ലാ കച്ചവടക്കാർക്കും. പക്ഷേ ഏത് കച്ചവടമാണെങ്കിലും ഇബാദത്ത് മുടങ്ങിയിട്ടുള്ള കച്ചവടമാവരുത്.
ജമാഅത്ത് മുടങ്ങിയിട്ടുള്ള കച്ചവടമാവരുത്, അത് നമ്മൾ ശ്രദ്ധിക്കാം. തറാവി മുടങ്ങിയിട്ടുള്ള കച്ചവടമാവരുത്, അത് നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. മക്കളോട് പറയണം, തറാവി മുടങ്ങിയിട്ടുള്ള കച്ചവടം. തറാവി കഴിഞ്ഞിട്ട് നിങ്ങൾ കച്ചവടം നടത്തിക്കോളി. തറാവി കഴിഞ്ഞിട്ട് ആരുണ്ടാകും കിടന്നുറങ്ങൂലേ? അത് നമ്മൾ അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വരൂലേ? കച്ചവടം നടക്കട്ടെ, കച്ചവടം ബിസിനസ്സും എല്ലാം റാഹത്തായി തകൃതിയായി നടക്കട്ടെ. പക്ഷെ ഇബാദത്തിന് അവിടെ കുറവ് വരാൻ പാടില്ല. അപ്പൊ ഒന്നാമത്തെ വിഭാഗമാരാ, റമദാനെന്ന് വന്നിരുന്നുവെങ്കിൽ എനിക്കൊന്ന് നന്നാവാമായിരുന്നു, റമദാനെന്ന് വന്നിരുന്നുവെങ്കിൽ പുണ്യമായ റമദാനിനെ ആഗ്രഹിക്കുന്ന വിഭാഗമാണ് അവര്. അല്ലാഹുവിന്റെ സുഖലോക സ്വർഗ്ഗം ആഗ്രഹിക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. റമദാൻ മാസത്തെ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, റമദാനിനെ ആദരിച്ചവരെ അല്ലാഹു ആദരിക്കുന്നതാ, റമദാനിനെ ബഹുമാനിച്ചവരെ അല്ലാഹു ബഹുമാനിക്കുന്നതാണ്, റമദാനിനെ ഇഷ്ടപ്പെട്ടവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നവരാണ്. അങ്ങനെ പുണ്യമായ റമദാനിന്റെ മാസപ്പിറവ് വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ആ റമദാനിനെ ആഗ്രഹിക്കണമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും മനസ്സിനെ ഇപ്പൊ തന്നെ നമ്മൾ ആഗ്രഹിക്കുക, റമദാൻ വന്നിരുന്നുവെങ്കിൽ, റമദാനായിരുന്നുവെങ്കിൽ, നോമ്പ് വന്നിരുന്നുവെങ്കിൽ, നോമ്പായിരുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കണം, അല്ലാഹുവേ അങ്ങനെ പുണ്യമായ മാസത്തിനെ മാസം മനസ്സുകൊണ്ട് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്, മനസ്സുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ആഗ്രഹിച്ചോ? മനസ്സുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുകയാൽ ഒന്ന് നോമ്പ് വന്നിരുന്നുവെങ്കിൽ അല്ലാ, ഒന്ന് മനസ്സുകൊണ്ട് നിങ്ങളൊന്ന് ആഗ്രഹിക്കുക. ഉമ്മമാരെ, ശരിയാണ്, നിങ്ങൾക്ക് സുഖമില്ല, നിങ്ങളോട് നോമ്പ് പിടിക്കരുതെന്ന് ഡോക്ടർമാരെ പറഞ്ഞതാ, നിങ്ങൾ ആരോഗ്യം കാരണം നിങ്ങൾക്ക് ക്ഷീണമാണെന്നറിയാ. പക്ഷേ ഉമ്മമാരെ, നിങ്ങളും ആ മനസ്സുകൊണ്ട് ആലോചിക്കുക, റമദാൻ വന്നിരുന്നുവെങ്കിൽ അതാ ആയിരുന്നുവെങ്കിൽ കിടക്കുന്ന കിടപ്പറയിൽ ബെഡ്റൂമിൽ കിടന്നുകൊണ്ട് ഉമ്മമാരെ നിങ്ങൾ ആഗ്രഹിക്കുക, ഈ പുണ്യമായ റമദാൻ എന്ന് വന്നിരുന്നുവെങ്കിൽ എനിക്ക് മലമൂത്ര വിസർജനം ചെയ്യണമെങ്കിൽ ട്യൂബിട്ടിട്ടാണ് കിടക്കുന്ന കിടത്തത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, ആക്സിഡന്റ് പറ്റി അപകടം പറ്റി വാർപ്പിന്റെ മുകളിൽ നിന്ന് വീണ് കൈകാലുകൾക്ക് ചലനമില്ലാതെ വർഷങ്ങളായി കിടക്കുകയാ. പക്ഷേ പുണ്യങ്ങളുടെ മാസമായ റമദാനെന്ന് വന്നിരുന്നുവെങ്കിൽ അല്ലാഹ് ഈ കിടക്കുന്ന ബെഡിൽ കിടന്നുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ഒരു തവണ പറഞ്ഞാൽ 70 തവണ പറഞ്ഞ് നിന്റെ പ്രതിഫലം അല്ലാഹ് തരുന്ന ഒരേ ഒരു മാസം അത് പുണ്യമായ റമദാൻ. പാപക്കെട്ടുകൾ ജീവിതത്തിൽ കൊണ്ട് നടക്കുന്നത് മുഴുവനും അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് അല്ലാഹുവേ പൊറുക്കണമെന്ന് പറഞ്ഞ ഒരു മടിയും കൂടാതെ അല്ലാഹ് പൊറുത്തു തരുന്ന പരിശുദ്ധമായ റമദാൻ, സ്വർഗത്തിന്റെ കവാടങ്ങളെ മലർക്ക് തുറക്കപ്പെട്ട പരിശുദ്ധമായ പുണ്യ റമദാൻ, നരകത്തിന്റെ കവാടങ്ങളെ, നരകത്തിന്റെ ജനവാതിലുകളെ, നരകത്തിന്റെ ചില്ലകളെയെല്ലാം കൊട്ടിയടക്കപ്പെട്ട പരിശുദ്ധമായ ഒരേ ഒരു മാസം പുണ്യമായ റമദാൻ. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി കൂട്ടുകാരെയോ ചങ്ങലക്കിട്ട് ബന്ധിക്കുന്ന അല്ലാഹുവിന്റെ ഒരേ ഒരു മാസം പരിശുദ്ധമായ റമദാൻ. ആ റമദാൻ എന്ന് വന്നിരുന്നുവെങ്കിൽ എനിക്ക് നന്നാവണമല്ലാ, ആ റമദാൻ എന്ന് വന്നിരുന്നുവെങ്കിൽ എനിക്ക് നല്ലൊരു മനസ്സുകൊണ്ട് എനിക്ക് നന്നാവണമല്ലാ എന്ന് നമ്മൾ ആഗ്രഹിക്കുക. അങ്ങനെ മനസ്സുകൊണ്ട് റമദാനിലേക്ക് നമ്മൾ ഒരുങ്ങണോ, മനസ്സുകൊണ്ട് റമദാനിലേക്ക് നമ്മൾ ഒരുങ്ങണോ. ആ മനസ്സുകൊണ്ട് റമദാനെ ഒരുങ്ങേണ്ടത് എങ്ങനെയാ? അതിന്റെ ഭാഗമാണ് റമദാനിനെ ആഗ്രഹിക്കുന്നതിന്റെ ഭാഗമാണ്. റമദാന് വരുമ്പോ വീട് വൃത്തിയാക്കുക, റമദാന് വരുമ്പോ വീട് അടിച്ചു മാറുക, റമദാന് വരുമ്പോ വീട്ടിലേക്ക് റമദാനിലേക്കുള്ള സാധനങ്ങൾ കൊണ്ടുവരിക. അതൊക്കെ ഇതിന്റെ ഭാഗമാണ്, അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഇപ്പൊ നോമ്പായത് കൊണ്ട് പത്തിരിപ്പൊടിയൊക്കെ കൊടുന്നില്ലേ? പത്തിരിപ്പൊടി, പുട്ടുംപൊടി, എന്തൊക്കെയുണ്ട് കിറ്റുകള് അല്ലേ, എല്ലാം നമ്മൾ വാങ്ങി വെച്ചില്ലേ? ഇല്ല, നിങ്ങളിപ്പോ നോമ്പിന് ഒരുങ്ങിയിട്ടില്ലേ?
അതൊക്കെ ചെയ്യണം കേട്ടോ, അതൊക്കെ വേണം, അതൊക്കെ എൻ്റെ ഇടയിൽ നടക്കണം. അതൊക്കെ അതിന്റെ അടിയിൽ നടക്കണം, അതൊക്കെ വാങ്ങിയ അതൊക്കെ വേണം. പക്ഷെ അതൊക്കെ വേണം, അതോടുകൂടെ വേണ്ട ചില കാര്യങ്ങളുണ്ട്. അതോടുകൂടെ വേണ്ട ചില കാര്യങ്ങളുണ്ട്. വീടൊക്കെ വൃത്തിയാക്കി, വീടും പരിസരമൊക്കെ വൃത്തിയാക്കി അല്ലേ, വീടും പരിസരവും വാഹനവും എല്ലാം. ആ വാഹനമൊക്കെ ഒന്ന് വൃത്തിയാക്കി വേണ്ടിട്ടോ എല്ലാവരോടും കൂടി പറയാം. വണ്ടി കഴുകാത്തവരുണ്ടെങ്കിലേ ഇക്കാനോട് പറയാം, നോമ്പല്ലേ ഒന്ന് കഴുകിക്കൂടെ. ഇത് പെരുന്നാളിന്റെ തലേന്ന് പോയിക്കാണ്ട് പിന്നെ വാഷ് ചെയ്ത് പോരാ, അതല്ല. സർവീസ് സെന്ററിൽ പോയാണ്ട് വാഷ് ചെയ്ത് പോരാ. നോമ്പാണ് വരുന്നത്, ഒന്ന് ക്ലിയർ ആക്കുക. മുടി വെട്ടാൻ പെരുന്നാളിന് തന്നെ കാത്തിക്കണ്ടേ, പെരുന്നാളിന് വേറെ വെട്ടിക്കോളി. റമദാനല്ലേ വരുന്നത്, മുടിക്കൊന്ന് വെട്ടി നല്ല ഉഷാറാക്കാൻ. മീശയൊക്കെ വെട്ടി, താടിക്കൊന്ന് വെട്ടി ക്ലിയർ ആക്കി, മുടിയൊക്കെ വെട്ടി, നഖമൊക്കെ ഒന്ന് വെട്ടി, എല്ലാം കൊണ്ട് റമദാനിനെ നമ്മൾ സ്വീകരിക്കാൻ കഴിയണം. റമദാൻ ആകുമ്പോഴേക്ക് പെരുന്നാളിന് പുതിയ ഡ്രസ്സൊക്കെ തയ്യാറാക്കിക്കൊള്ളി, ഒക്കെ റെഡിയാക്കി. റമദാനിന് നല്ല ഡ്രസ്സ്, കൂട്ടത്തിൽ ഒരു വെള്ള വസ്ത്രം. പ്രിയപ്പെട്ട ഉപ്പമാരും സഹോദര സഹോദരിമാരും സഹോദരങ്ങളൊക്കെ എന്തിന് പള്ളിയിൽ പോകുമ്പോൾ ധരിക്കാൻ പറ്റുമെങ്കിൽ വെള്ളന്നാവണം എന്നല്ല, വെള്ളയായ സുന്നത്ത്. ഒരുങ്ങ ഒരു തൊപ്പി, അത് പ്രധാനമാണ്. ഒരു തൊപ്പി എല്ലാവർക്കും വേണം, എല്ലാ മക്കൾക്കും ഒരു തൊപ്പി വേണം. ഉണ്ടാകൂലേ? എല്ലാ ചെറുപ്പക്കാർക്കും ഒരു തൊപ്പി വേണം. പുണ്യമായ റമദാൻ നിങ്ങളത് ധരിച്ച് ധൈര്യത്തിൽ നടന്നോളൂ. നിങ്ങൾ ആരും കളിയാക്കൂല. ഇനി കളിയാക്ക തന്നെ ആ ഭാഗം തന്നെ മൈൻഡ് ചെയ്യണം. ഒരോട് പറയാം, തൊപ്പി ധരിച്ചതിന്റെ പേരിൽ കളിയാക്കിയാല് ചില ആളുകളുണ്ട്, അപ്പൊ റമദാനായിട്ട് നന്നായില്ലേ? നന്നായടാ, റമദാൻ നന്നാവാൻ തന്നെയല്ലേ. ചില ആളുകൾക്ക് അങ്ങനെ തോന്നലുണ്ട്. ഇപ്പൊ ഞാൻ പള്ളിയിൽ പോയാപ്പോ എന്താ പറയാ, നോമ്പായിട്ട് ഇപ്പൊ പള്ളിയിൽ പോയി, അങ്ങനെ എന്താ നോമ്പായപ്പോ അങ്ങനെ തന്നെയല്ലേ. റമദാനാവുമ്പോ അങ്ങനെ തന്നെയല്ലേ, ഒന്നും ഉഷാറാവൂലേ? ഇപ്പൊ വേറെ ലോല് പറഞ്ഞിട്ട് വേണോ? മറ്റോല് പറയണം നോമ്പായപ്പോ ഇപ്പൊ ഞാൻ ഇപ്പൊ തൊപ്പിട്ടാല്, ഞാൻ ഇപ്പൊ തൊപ്പി ധരിച്ച് പള്ളി പോയി, അല്ലെങ്കിൽ ഞാൻ ടബിലെട്ടി കഴിഞ്ഞപ്പോ മറ്റോപ്പ പറയും നോമ്പായിട്ട് ഇപ്പൊ നന്നായി. പറഞ്ഞോട്ടെ, എന്താ പ്രശ്നം? അതുകൊണ്ട് നിങ്ങളെ മക്കളോട് പറയാം, മക്കളെ റമദാനാണ്, 1 മുതൽ നിന്റെ തലയിൽ തൊപ്പി വേണം, ഒരു വെള്ള തൊപ്പി. മക്കളോട് നിങ്ങൾ പറയാം, ഇക്കാനോട് പറയാ, നോമ്പല്ലേ, നിങ്ങൾ ജോലിക്ക് പോകുമ്പോഴും വണ്ടിയിൽ ഓട്ടോറിക്ഷ ഓട്ടുകയാണെങ്കിലും, അതല്ല ബസ്സിൽ പോവുകയാണെങ്കിലും, അല്ല കൂലിപ്പണിക്ക് പോവുകയാണെങ്കിലും, ഏത് ജോലി ആവട്ടെ, ഒരു തൊപ്പി. നോമ്പല്ലേ, റമദാനല്ലേ, അതവിടെ കിടക്കട്ടെ, ഒരു തൊപ്പി. അൽഹംദുലില്ലാഹ്. നിങ്ങൾ പറയില്ലേ? പറയാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ? നിങ്ങളെ ധൈര്യം ഉണ്ടോ? ഉണ്ടോ? പറയല്ലേ? അത് ഒരു തൊപ്പി. ചിലപ്പൊക്കെ പറയും പോയാടുന്ന് ഒക്കെ പറയും. അതൊന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട, മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾ പറയാം, നിങ്ങൾ കാരണം ഒരു തൊപ്പി നിങ്ങളെ ഭർത്താവ് ധരിച്ചാല്, നിങ്ങൾ കാരണം നിങ്ങളെ ഒരു തൊപ്പി നിങ്ങളെ മക്കൾ ധരിച്ചാല്, അല്ലെങ്കിൽ പേരക്കുട്ടികൾ ധരിച്ചാല്, റമദാനിൽ ഒരു തൊപ്പി ധരിച്ചാല്, റമദാനിൽ ഒരു സുന്നത്ത് ചെയ്താൽ ഫർളിന്റെ കൂലിയാണ്. എങ്ങനെ എന്താ പറഞ്ഞേ? റമദാനിൽ ഒരു സുന്നത്ത് ചെയ്താൽ ഫർളിന്റെ കൂലിയാണ്. അല്ലേ? അത് കിട്ടുന്ന മാസം റമദാൻ അല്ലാതെ വേറെ ഏത് മാസം? അപ്പൊ ആ ഒരു ഫർള് നിങ്ങൾ കാരണമാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര കൂലി ഉണ്ടാവും? നിങ്ങൾക്കും കിട്ടിയോണ്ടിക്കല്ലേ? നിങ്ങൾ പറയണ ഇക്കാനോട് നോമ്പാണ്, ഒരു തൊപ്പിന് എന്തായാലും വേണം കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു തൊപ്പി തലയിൽ നിർബന്ധമായിട്ട് വേണം. ചിലപ്പോ പറയാ അറിവിന്റെ ചെങ്ങാനും കൊണ്ട് ഇപ്പൊ കുടുങ്ങി എന്നൊക്കെ പറയാം. അതൊന്നും സാരമില്ല, അതൊക്കെ നമ്മള് സഹിച്ചോളാം. നാളെ എന്നോട് ഒരു കൂട്ടുകാരൻ എന്നോട് ചോദിച്ചു, ഒരു കൂട്ടുകാരൻ ഒരിക്ക ചോദിക്കാണ്, ഞങ്ങളൊരു കല്യാണ പേരിന്ന് കണ്ടപ്പോ, അല്ല ഉസ്താദേ നിങ്ങള് പിന്നെ നൂഹിറിന്റെ തലേ ദിവസം എന്താ പെരക്കാരോട് എന്തൊക്കെയാ പറഞ്ഞോ, നേരത്തെ വിളിച്ചണമെന്നോ, നേരത്തെ പെരീക്കെത്തിച്ചണമെന്നോ? ഇന്റെ പെണ്ണുങ്ങൾ ഒരു സോയിര നിന്നിട്ടില്ല, എനിക്ക് പെരീക്കത്തോളം സോയിര നിന്നിട്ടില്ല. ഞാൻ പെരീക്കത്തപ്പോ ചോദിച്ചു, അല്ല ഒന്നുമില്ലാത്തൊരു വിളി പനക്കെന്തേ? ഉസ്താദ് പറഞ്ഞങ്ങള് നൂഹിറിന്റെ തലേന്ന് വെറുതെ ആരും അങ്ങാടിയിൽ ഉണ്ടാവരുത്, പെരീലത്തോളം വിളിച്ചണെന്ന് പറഞ്ഞങ്ങള്. എന്താ സംഭവം ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നൂഹിറിന്റെ തലേന്ന്, അത് ഞാൻ എല്ലാരോടും പറഞ്ഞതാണ്, നിങ്ങളെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. എല്ലാരും നേരത്തെ വീട്ടിൽ എത്തിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണല്ലേ, ഉഷാറാട്ടോ, അങ്ങനെ തന്നെ വേണ്ടത്. അപ്പൊ അതേ പ്രകാരം എല്ലാരും ഭർത്താക്കന്മാരോടും മക്കളോടൊക്കെ പറയാം, എന്ത് ഒരു തൊപ്പി വേണം നോമ്പിന് കേട്ടോ, ഒരു തൊപ്പി വേണം. ആ തൊപ്പി കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പിക്കാം ഓലെ പേരക്കാരറിയുന്നില്ല, അത് കേൾക്കലില്ല. അപ്പൊ ഞാൻ നോക്കട്ടെ.
ഞാൻ നോക്കട്ടെ, ഞാൻ നോക്കും, ഞാൻ ശ്രദ്ധിക്കും. നിങ്ങൾ അറിയുന്നില്ല കേൾക്കലുണ്ടോ ഇല്ല എന്നുള്ളത്. നിങ്ങളെ ഭർത്താക്കന്മാരെ കണ്ടാ അല്ലെങ്കിൽ നിങ്ങളെ മക്കളെ കണ്ടാ ചിലപ്പോൾ മനസ്സിലാവും, നിങ്ങളെ പേരക്കുട്ടികളെ കണ്ടാ മനസ്സിലാവും. നിങ്ങൾ അങ്ങനെ വിടൂല, നിങ്ങളെ കേക്കലുണ്ടോ ഇല്ലെന്നുള്ളത്, ഒരു തൊപ്പിയിട്ടണോ ഇല്ലെന്നുള്ള അറിയാൻ പറ്റും. അത് അറിഞ്ഞാൽ അത് നോക്കിയാൽ മതി. ഒരു മാഷാ അല്ലാഹ്, അത് അറിയുന്നില്ല, അത് കേൾക്കണോലാണ്. ഇടൂലേ? പറയില്ലേ? എന്തെങ്ങൾക്ക് പറയാൻ മടി? പറയില്ലേ? ഉറക്കെ പറയണം. അപ്പൊ പള്ളിയിലേക്ക് പോകുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും നോമ്പല്ലേ അവിടെ കിടക്കട്ടെ, നോമ്പല്ലേ അത് അവിടെ വെക്കട്ടെ, അത് റമദാനാ. അതിപ്പോ നീ ചെന്നപ്പോ മറ്റോല് പറഞ്ഞോട്ടെ, അതൊരു പ്രശ്നമാക്കണ്ട. നല്ലൊരു തൊപ്പി, നല്ലൊരു വെള്ള തൊപ്പി ഇൻഷാ അല്ലാഹ് വാങ്ങിയിട്ട് തലയിൽ വെക്കട്ടെ. ഒരു ഫർളിന്റെ കൂലി. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ ഞങ്ങളെ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. അപ്പൊ റമദാനിനെ ആഗ്രഹിക്കുന്നവരെ, റമദാനിനെ ഇഷ്ടപ്പെടുന്നവരെ, അവർക്ക് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ ബഹുമാനമുണ്ട്. ഇനി റമദാനിനെ സ്വീകരിക്കാൻ ഒരുങ്ങേണ്ട പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ്. അതെന്താ നിങ്ങൾക്ക്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നിപ്പോ പറയായിരുന്നു, സമയം കുറെ ആയി, ഇന്ന് 9:10 അതുകൊണ്ട് നാളത്തെ മജ്‌ലിസ് ഞാനത് പറഞ്ഞുതരും. ഇന്ന് എഴുതിയത്, ഇന്ന് പറഞ്ഞത് എഴുതി വെക്കണം കേട്ടോ. റമദാനിനെ ആഗ്രഹിച്ചാൽ അള്ളാഹുവിന്റെ സ്വർഗം നമ്മൾ ആഗ്രഹിക്കും. റമദാനിനെ ആഗ്രഹിച്ചാൽ അള്ളാന്റെ സ്വർഗം നമ്മൾ ആഗ്രഹിക്കും. റമദാനിനെ കൊതിച്ചാൽ അള്ളാഹുവിന്റെ സുഖലോക സ്വർഗം നമ്മളെ കൊതിക്കും, മറക്കണ്ട. റമദാനിനെ കൊതിച്ചാൽ അള്ളാഹുവിന്റെ സ്വർഗം നമ്മളെ കൊതിക്കും, മറക്കണ്ട. അള്ളാഹു നമ്മളെ ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ആ വിഭാഗത്തിൽ നമ്മുടെ വീടുകൾ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ആ വിഭാഗത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ചില ആളുകൾ പറയുന്നുണ്ട്, ഞാനൊന്നും പറഞ്ഞാൽ അനുസരിക്കൂല ഉസ്താദേ. നിങ്ങൾ പറയണം, നിങ്ങൾ പറയും. നോമ്പല്ല, നിങ്ങൾ പറഞ്ഞാൽ കേൾക്കാത്ത മക്കളാരാ? മക്കളൊക്കെ നല്ല കുട്ടികളാണ്. നിങ്ങൾ പറയും പോലെ എന്നല്ല, അതൊക്കെ ചില തെറ്റിദ്ധാരണകളാണ്. അതൊക്കെ ചില തെറ്റിദ്ധാരണകളാണ്. ഞാൻ പറഞ്ഞ എന്റെ കുട്ടി കേക്കോ എന്നുള്ളതാണ്. ഇന്നലെ ഒരു ബാപ്പ മോന്റെ മനസ്സ് നന്നാവാൻ വേണ്ടിട്ട് എന്നോട് കുറെ സങ്കടം പറഞ്ഞു, കുറെ വിഷമം എന്ന് പറഞ്ഞാൽ കുറെ. ആ ബാപ്പ വലിയ വിഷമത്തിലാണ്, ആ ബാപ്പയും മോന്റെ കാര്യത്തിൽ. അള്ളാഹു ആ മോനെ നല്ല മോനാക്കി, മോന്റെ തെറ്റുകുറ്റത്തു നിന്നൊക്കെ ഓന് മനസ്സിലായി, അതിനൊക്കെ പിന്മാറി നല്ല ഒരു നിലയിൽ അള്ളാഹുവിനെ എത്തിക്കട്ടെ. ഇന്ന് എത്ര ആളുകളാണ് മക്കളുടെ കാര്യം പറഞ്ഞ് സങ്കടം പറഞ്ഞു ഓഫീസിൽ വന്നത്. ഉസ്താദ്, എന്റെ കുട്ടി, ആ കുട്ടി നന്നാവാൻ വേണ്ടി ആയിരിക്കണം. അള്ളാഹു നമ്മുടെ മക്കളെ അള്ളാഹു നന്നാക്കി തരട്ടെ. നിങ്ങൾ ഓരോട് പറയാം, ദേഷ്യപ്പെട്ട് അങ്ങനെയല്ലേ പറയണ്ടേ? അങ്ങനെ പറഞ്ഞാൽ തൊപ്പിടൂല. അങ്ങനെ പറഞ്ഞാൽ ജന്മത്തിൽ ഇപ്പൊ തൊപ്പിട്ടൊന്നും വരൂല. എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല തൊപ്പിടാതെ പോവരുത്, അങ്ങനെയല്ല തൊപ്പിടാൻ പറയണം. മോനെ, നോമ്പാണ്, റമദാനാണ്, ഒരു തൊപ്പി തലയിൽ വെക്കുക, അതൊരു സുന്നത്താണ്. ഒരു സുന്നത്ത് ചെയ്താ ഉമ്മാന്റെ കുട്ടിക്ക് ഫർളിന്റെ കൂലി അല്ലത്. ഒരു സുന്നത്ത് ചെയ്താ എന്റെ പുന്നാര ഇക്കാക്ക് ഒരു ഫർളിന്റെ കൂലി ഉണ്ട്. എന്റെ പുന്നാര ഇക്ക ആ ഫർളിന്റെ കൂലി നഷ്ടപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ട് കടന്നുറങ്ങുമ്പോഴും ഫർളിന്റെ കൂലി കടന്നുറങ്ങുമ്പോഴും അങ്ങനെയല്ല. എപ്പോഴും അങ്ങനെയല്ല, എപ്പോഴും അങ്ങനെയല്ല പറഞ്ഞത്. എന്താ ജന്നോ ചിരിച്ചണ്? ഏതാ ചിരിച്ചണ്? കടന്നുറങ്ങുമ്പോൾ ഉടനെ അങ്ങനെയല്ല പറഞ്ഞത്. പുറത്തു പോകുമ്പോ, പള്ളിയിൽ പോകുമ്പോ, അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോ, ഖുർആൻ ഓതുമ്പോ, നിസ്കരിക്കാൻ പോകുമ്പോ പ്രത്യേകിച്ച് നിസ്കരിക്കാൻ പോകുമ്പോഴൊക്കെ പ്രത്യേകിച്ച് അതാ പറഞ്ഞത്. അല്ലാതെ എപ്പോഴും എന്നെ കൊണ്ട് കുടുങ്ങി ആ രൂപത്തിലാവരുത്. അപ്പൊ നല്ലതുപോലെ മക്കളോട് പറഞ്ഞാൽ മക്കള് കേൾക്കും. മക്കളോട് പറഞ്ഞു, തൊപ്പിട്ടാ ഞാൻ എന്നൊരു ഫോട്ടോ എടുക്കട്ടെ, നോക്കട്ടെ, എന്നിട്ട് തൊപ്പിയൊക്കെ ഇടുക. നല്ലതുപോലെ നല്ല രൂപത്തിൽ തൊപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഇതിങ്ങനെ മറ്റേ കുഞ്ഞാപ്പൂന് തൊപ്പിട്ട് കൊടുക്കുമ്പോൾ ഒന്നായിട്ട് പത്തിരി വരത്തമാർക്ക് ഒന്നായിട്ട് തൊപ്പിയിട്ടിട്ട് ഒരു നല്ല രൂപത്തിൽ, നല്ല വൃത്തിയിൽ, നല്ല റാഹത്തില് അടിപൊളിയായിട്ട് തൊപ്പിയിടാം. അടിപൊളിയായിട്ട് വെക്കുക. കാണാൻ തന്നെ ഒരു ഭംഗി വേണം. നിങ്ങൾ തൊപ്പിയിട്ട് കണ്ടിട്ട് മറ്റോ തൊപ്പിയിടണം. മാഷാ അല്ലാഹ്, എന്തൊരു ഭംഗിയുണ്ട്. ഒരു സുന്നത്തും കിട്ടും, ഫർളിന്റെ കോലും കിട്ടും. മാത്രല്ല തൊപ്പിയിട്ട് അത്രയ്ക്ക് ചൊറുക്കുണ്ടോ, അത്രയ്ക്ക് ഭംഗിയുണ്ടോ. മാഷാ അല്ലാഹ്. അപ്പൊ അത് കണ്ടിട്ട് വേറെ ലോനെ നിങ്ങളെ കൂട്ടുകാരൻ തൊപ്പിയിടാൻ നോക്കും.
ചില വളവന്മാരുണ്ടാവും എന്ത് ഭാര്യ പറഞ്ഞതല്ലേ വീട്ടിൽ നിന്നൊക്കെ തൊപ്പിടും, വീടിന്റെ ഗേറ്റിൽ ഇറക്കി കഴിഞ്ഞാൽ തൊപ്പിയുടെ ഊരിയാണ്ട് പോക്കറ്റ് കടത്തിരിക്കും. എന്നാലും വേണ്ടില്ല, നിങ്ങൾക്ക് അതിന്റെ കൂലി കിട്ടിയില്ലേ, അത്രയും കൂലി കിട്ടിയില്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇടയ്ക്കൊന്ന് വീഡിയോ കോൾ ചെയ്താൽ മതി. പെട്ടെന്ന് വീഡിയോ കോൾ ചെയ്തിട്ട് അല്ല ഒക്കെ നിങ്ങൾ എവിടെ ഉള്ളത്, അപ്പൊ വീഡിയോ കോൾ എടുക്കുമ്പോ തൊപ്പി തലയിലുണ്ടോന്നില്ല അറിയാൻ പറ്റും. വളവത്തരൊക്കെ ഇങ്ങടുത്ത് നല്ല ഉണ്ടാവും. ഒന്നിപ്പോ ഞാൻ പറഞ്ഞതിന്റെ യാതൊരു ആവശ്യമില്ല. അപ്പൊ തൊപ്പിയിട്ട് കഴിഞ്ഞാല് അതൊരു ഭംഗിയാണ്. മാത്രല്ല പരിശുദ്ധമായ റമദാനില് അത് അറിയാതെ നമുക്ക് കൂലി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, അറിയാതെ നമുക്ക് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അറിയാതെ നമുക്ക് പ്രതിഫലം കിട്ടുന്നത് നമ്മൾ നഷ്ടപ്പെടുത്താൻ നിൽക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങളെ ഭർത്താവ് ഏത് ജോലി ആവട്ടെ, ഇനി കടയിൽ നിൽക്കുന്ന ജോലിയാണ്, ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, ബസ്സിലാണ്, അതല്ലെങ്കിൽ പിന്നെ ഏതാണെങ്കിലും മത്സ്യത്തൊഴിലാളിയാണ്, അല്ലെങ്കിൽ ഏത് ജോലിയാണ്. അപ്പൊ ടവലിട്ടേണ്ടി വരും. അപ്പൊ നിങ്ങൾ പറയും ഉസ്താദേ കടലിൽ പോകുമ്പോ അല്ലെങ്കിൽ തോണിയിൽ പോകുമ്പോ ബോട്ടിൽ പോകുമ്പോ തൊപ്പി വാറൂലേ, ടവലിട്ട് എന്നാലും കൂലിയല്ലേ, എന്നാലും കൂലിയാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോ പറഞ്ഞു വരുന്നത് റമദാനിനെ മനസ്സുകൊണ്ട് സ്വീകരിക്കാം. നിങ്ങൾ പറയിപ്പോ ഭർത്താവ് ഇവിടെ അല്ല, ഗൾഫിലാണ്. എന്താ ഗൾഫിലാണെങ്കിൽ എന്താ തൊപ്പിടാൻ പറ്റൂലേ? ഗൾഫിലാണെങ്കിൽ തൊപ്പിടാൻ നിങ്ങൾ പറയാ റമദാനിലേക്കാ തൊപ്പിടണം കേട്ടോ, അവിടെ ഡ്യൂട്ടിക്ക് പ്രശ്നമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ തൊപ്പിടക്കട്ടെ. നോമ്പല്ലേ, കൂലി അത് കളയണ്ട കേട്ടോ. ഇൻഷാ അല്ലാഹ് അത് കളയണ്ട. അല്ലാഹുവേ കുറെ നന്മകൾ ഞങ്ങൾക്ക് ചെയ്യണം, കുറെ നന്മകൾ ഞങ്ങൾക്ക് ചെയ്യണമല്ലാ. പുണ്യമായ പരിശുദ്ധമായ റമദാൻ വരുമ്പോ ആ പുണ്യമായ റമദാനിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്യണം. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇനി മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമുണ്ട്. പറഞ്ഞാൽ ചിലപ്പോ നിങ്ങൾക്ക് വിഷമമാകോ എന്നറിയൂല. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പരിശുദ്ധമായ റമദാനിന്റെ പൊരുത്തം കിട്ടാത്ത ഒരു വിഭാഗമുണ്ട് സ്വഹാബ. റമദാനിന്റെ പൊരുത്തം കിട്ടാത്ത ഒരു വിഭാഗമുണ്ട് മക്കളെ. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അത് ആരാ? അത് ശൈത്താനിന്റെ സഹോദരങ്ങളാണ്. ഇന്നൽ ശൈത്താൻ ഇഖ്വാനാ, ശൈത്താനിന് കുറെ സഹോദരന്മാരുണ്ട്, ശൈത്താനിന് കുറെ സഹോദരിമാരുണ്ട്. അന റബ്ബുക്കുമുൽ അഅ്ല, ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധിക്കാരി എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഫറോവ. ആ ഫറോവയുടെ ഈമാനിനെ തട്ടിയെടുത്ത ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലെ മലക്കുകളോട് ആദം നബിയുടെ മുന്നിൽ അല്ലാഹുവിന് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ ഞാൻ സുജൂദ് ചെയ്യൂല എന്ന് പറഞ്ഞ ധിക്കാരത്തോടെ മാറി നിന്ന ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി മനുഷ്യ മനസ്സിലേക്ക് നരകത്തിന്റെ തീക്കൊള്ളികളുടെ വിറകെന്ന് തീക്കൊള്ളികളുടെ കത്തിയിടിച്ചിട്ട് സ്വർഗത്തിൽ നിന്ന് നമ്മളെ തട്ടിമാറ്റാൻ, പാപഭാരങ്ങളുടെ പാപഭാരത്തിലേക്ക് നമ്മളെ ചിന്തകളെ വലിച്ചു കൊണ്ടുപോകുന്ന സാക്ഷാൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, ആ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിക്ക് ചില സഹോദരന്മാരുണ്ട്, ചില സഹോദരിമാരുണ്ട്. ലാ യദ്ഖുലുൽ ജന്ന, അവർ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്നവരല്ല. അവര് റമദാനിന്റെ ബറക്കത്ത് കിട്ടാത്തവരാ, അവര് റമദാനിന്റെ റഹ്മത്ത് കിട്ടാത്തവരാ. ആരാണ് പ്രിയപ്പെട്ടവരെ? നമുക്ക് ആ വിഭാഗത്തിൽ പെടാൻ പാടില്ല. ഇബ്ലീസിന്റെ സഹോദരങ്ങളാരാ? ഇബ്ലീസിന്റെ സഹോദരിമാരാരാ? ഇബ്ലീസിന്റെ അയൽവാസികളാരാ? ഇബ്ലീസിന്റെ കൂടപ്പിറപ്പിങ്ങളാരാ? ഇൻഷാ അല്ലാഹ് നാളെ
പരിശുദ്ധമായ റമദാനിന്റെ 29 ശഅബാനിന്റെ 29 ആ ശഅബാനിന്റെ 29 എന്റെ അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളോട് ഞാനത് പറഞ്ഞു തരുന്നുണ്ട്. മറക്കണ്ട. നാളത്തെ മജ്‌ലിസിൽ വെച്ച് നമുക്കത് പറയേണ്ടതുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നാളെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ എല്ലാവരും മജ്‌ലിസിൽ വരണം കേട്ടോ. പരിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ അവസാന രാവുകളാണ്. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ യാസീൻ ഓതാത്ത വീടുകൾ ഉണ്ടാവാൻ പാടില്ല. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ വാക്യ ഓതാത്ത വീടുണ്ടാവാൻ പാടില്ല. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ സൂറത്തുൽ വാഖിയ സൂറത്തുൽ മുൽക്ക് ഓതാത്ത വീടുകൾ ഉണ്ടാവാൻ പാടില്ല. അല്ലാഹുവേ ഞങ്ങളെ അനുഗ്രഹിക്കണേ പലരും പറയുന്നുണ്ട് ഇന്ന് തന്നെ ഉസ്താദേ ആ വിഭാഗത്തെ പറയുമോ? പറയാൻ ആഗ്രഹമുള്ള സമയം ഒരുപാടാകുമെന്ന് കരുതിയിട്ടാണ്. മുഅ്മിനീങ്ങളെ നാളത്തെ മജ്‌ലിസിൽ വെച്ച് ഞാൻ പറഞ്ഞു തരാ. പറയുന്നത് വിശദമായി പറയണമല്ലോ ഇൻഷാ അല്ലാഹ്. 2 ദിവസം കഴിഞ്ഞാൽ പുണ്യമായ പരിശുദ്ധമായ റമളാൻ മാസം നമ്മളിലേക്ക് വന്നാ തറാവി നിസ്കാരം കഴിഞ്ഞ് നിങ്ങളെ മറക്കരുതേ. തറാവി നിസ്കാരം കഴിഞ്ഞ് എല്ലാ വർഷവും ഓതുന്നത് പോലെ പരിശുദ്ധമായ റമളാനിലെ ദിക്റുകൾ നമുക്ക് ചൊല്ലണം. റമളാനിന്റെ ദുആ നമുക്ക് നടത്തണം. ഹദ്ദാദ് റാത്തീബ് നമുക്ക് ചൊല്ലണം. പരിശുദ്ധമായ റമളാനിന്റെ പകൽ ദിവസങ്ങൾ മുഴുവനും ളുഹ്ർ നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ അറിവിൻ നിലാവിന്റെ നോട്ട് പുസ്തകം നിങ്ങൾ തയ്യാർ ചെയ്ത് വെക്കുക. എന്റെ റമളാൻ നിലാവിന്റെ ബുക്ക് നിങ്ങൾ ഹെഡിങ് എഴുതി വെക്കുക. ഓരോരുത്തർക്കും ഓരോ പുസ്തകങ്ങൾ വേണം. ഓരോ പുസ്തകം ഓരോ പേനയും വേണം. കഴിഞ്ഞ വർഷം റമളാൻ നിലാവിൽ നിങ്ങൾ ഒരുപാട് അറിവുകൾ പഠിച്ചല്ലോ. ആ പുസ്തകമായാൽ കുഴപ്പമില്ല. പുതിയ ഒരു പുസ്തകം വേണം. എന്തിനാണ്? എനിക്കത് കഴിഞ്ഞ വർഷത്തെ പുസ്തകമുണ്ടെങ്കിൽ അത് തന്നെ മതി. റമളാൻ നിലാവിൽ നിങ്ങൾക്ക് ബാധ പറഞ്ഞു തരുമ്പോ അറിവുകൾ എഴുതി വെക്കണേ ഉമ്മ, അറിവുകൾ എഴുതി വെക്കണേ പാപ്പാ, അറിവുകൾ എഴുതി വെക്കണേ ചെറുപ്പക്കാരാ, അറിവുകൾ എഴുതി വെക്കണേ മക്കളെ. എത്രയോ കുടുംബങ്ങളുടെ അറിവിൻ നിലാവിലെ വാല് കേൾക്കുമ്പോ ഹദീസുകളും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്ന കുടുംബങ്ങളുണ്ട്. മറക്കൂല അല്ലാ. എത്രയോ മക്കളുണ്ട് ഉസ്താദേ എന്റെ പാവപ്പെട്ട ഉമ്മ മരണപ്പെട്ടു പോയി, ഇത് എന്റെ ഉമ്മ എഴുതിയിരുന്ന പുസ്തകമാണെന്ന് പറഞ്ഞ് അറിവിൻ നിലാവ് ഓഫീസിൽ വന്ന എത്രയോ മക്കൾ റമളാൻ നിലാവിന്റെയും അറിവിൻ നിലാവിന്റെയും വാലുകൾ ഉമ്മമാരും ഉപ്പമാരും എഴുതി വെച്ചത് കൊണ്ടുവന്നിട്ട് പടച്ചവനെ ആ പുസ്തകം നോക്കുമ്പോ കണ്ണീർ വരികയാണ്. അവർക്ക് അറിയുന്ന രൂപത്തിലാണ് എഴുതി വെച്ചത്. ശരിക്കൊരു ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടാകൂല, കൈയെഴുത്തുണ്ടാകൂല, വൃത്തിയുണ്ടാകൂല. പക്ഷേ അവർക്ക് അറിയുന്ന രൂപത്തിൽ ഉസ്താദ് പറഞ്ഞല്ലോ എന്ന് കരുതിയിട്ട് ആ നോട്ട് പുസ്തകത്തിൽ അവർ എഴുതി വെക്കുകയാണ്. ഞാൻ ആ മക്കളോട് പറയാറുണ്ട്, മക്കളെ ഇത് നിങ്ങൾ ഒരിക്കലും കത്തിച്ച് കളയരുത് കേട്ടോ. നിങ്ങളെ വീട്ടിൽ നിങ്ങൾ സൂക്ഷിച്ചു വെക്കണേ. നിങ്ങളെ ഉമ്മാന്റെ ഓർമ്മക്ക്, നിങ്ങളെ ബാപ്പാന്റെ ഓർമ്മക്ക്, നിങ്ങളെ ഉമ്മ അറിവിൻ നിലാവിന്റെ വാല് കേട്ടിട്ട് എഴുതി വെച്ചത് നിങ്ങളെ വീട്ടിൽ നിങ്ങൾ സൂക്ഷി വെക്കണേ മക്കളെ. കാരണം എന്താ? പഴയ കാലത്ത് നമുക്ക് വേണ്ടി പഠനമെല്ലാം മാറ്റിവെച്ചിട്ട് കുഞ്ഞുനാളിലെ പാടത്തും വരമ്പത്തോ റബ്ബർ തോട്ടത്തിലും അതേ പ്രകാരം തോട്ടങ്ങളിൽ പോയി ജോലിയെടുത്ത നമ്മുടെ ഉമ്മ, നമ്മുടെ പുന്നാര ബാപ്പ, ആ ഉമ്മാക്ക് പഠിക്കാൻ സമയം കിട്ടിയില്ല, ആ ബാപ്പാക്ക് പഠിക്കാൻ സമയം കിട്ടിയില്ല. SSLC യിലോ +1 +2 ഡിഗ്രി
ഡിഗ്രിയൊക്കെ പഠിച്ചിട്ട് ഉമ്മാനെ ചവിട്ടിത്തേച്ച് കണ്ടവന്റെ കൂടെ പോകുന്ന മോളെ, ഉമ്മാനെ ബാപ്പാനെ പൊരുത്തമില്ലാത്തവളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട കഷ്ടപ്പെട്ട് പോറ്റ് വളർത്തിയ അമ്മയുടെ അച്ഛന്റെ മോച്ച് നോക്കി കോടതി വരാതെ നിങ്ങളെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മറ്റൊരുത്തന്റെ കൂടെ പോകുന്ന പെങ്ങളെ, നിങ്ങളെ ഉമ്മാക്ക് പഠിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടില്ല, നിങ്ങളെ ബാപ്പക്ക് പഠിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടില്ല, പക്ഷേ നിങ്ങളുടെ വിശപ്പടക്കണമല്ലോ, നിങ്ങളുടെ രോഗങ്ങൾക്ക് മരുന്ന് തരണമല്ലോ. നിങ്ങളൊന്ന് കരഞ്ഞാൽ അവർക്ക് സങ്കടമാണ്, നിങ്ങളെ കഷ്ടപ്പാടുകൾ മാറ്റാൻ വേണ്ടിയാണ് നിങ്ങളെ ഉമ്മയും ഉപ്പയും പഠനമെല്ലാം മാറ്റിവെച്ച് നിങ്ങൾക്ക് വേണ്ടി ജോലിക്ക് പോയത്, എസ്റ്റേറ്റിൽ ചെന്ന് ജോലിയെടുത്തത്, റബ്ബർ തോട്ടത്തിൽ ചെന്ന് പാലൂറ്റി ജോലിയെടുത്തത്, കമ്പനിയിൽ ചെന്ന് ജോലിയേറ്റത്, റോഡ് സൈഡുകളിൽ റോഡ് പണി നടക്കുന്ന സമയത്ത് അവിടെ ചെന്ന് റോഡ് പണിക്കാർക്ക് ഭക്ഷണം കൊടുത്ത് നിങ്ങളെ പോറ്റി വളർത്തിയത് എല്ലാം എന്തിനാ? നമ്മളെ പോറ്റി വളർത്താൻ വേണ്ടിയാ, നമ്മളെ പോറ്റി വളർത്താൻ വേണ്ടിയാ, നമ്മളെ പോറ്റി വളർത്താൻ മാത്രം വേണ്ടിയാണെന്ന് നമ്മൾ മറക്കണ്ട. ആ സമയത്ത് അവർക്ക് പഠിക്കാനൊന്നും കഴിഞ്ഞില്ല, എഴുതി വെക്കാനൊന്നും കഴിഞ്ഞില്ല. നമ്മളൊക്കെ കോളേജിലേക്ക് പോകുമ്പോ നല്ല മനോഹരമായ ബാഗ് നമ്മുടെ തോളത്തുണ്ടല്ലോ, നല്ല മനോഹരമായ നോട്ട് പുസ്തകം, നല്ല പേനകൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ. പഴയ കാലത്ത് ഒരു പേന പോലും പിടിക്കാൻ ഭാഗ്യം കിട്ടാത്ത ഉമ്മമാര് നമ്മുടെ കൂട്ടത്തിലുണ്ട്, ഒരു നോട്ട് പുസ്തകം പോലെ മറിച്ചു വെക്കാൻ ഭാഗ്യം കിട്ടാത്ത ഉമ്മമാര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. മറക്കാൻ പാടില്ല മക്കളെ, നമ്മളെ ചിത്രങ്ങളെ കാണുമ്പോ കളർ കൊടുക്കുമ്പോ പഴയ കാലത്തെ കളർ പോലും ഒന്ന് കാണാൻ ഭാഗ്യം കിട്ടാത്ത മക്കുമ്മമാരും ഉപ്പമാരും നമ്മുടെ കൂട്ടത്തിലുള്ളെന്ന് നമ്മൾ മറന്നു പോവണ്ട. സ്കൂളിലെ മദ്രസയുടെ കോളേജിന്റെ പടി കാണാൻ കഴിയാതെ അല്ലാഹുവേ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന സാഹചര്യങ്ങളെ കൊണ്ട് പഠനം നിർത്തേണ്ടി വന്ന ഉമ്മയും ബാപ്പയും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആ ഉമ്മയും ബാപ്പയും പഠിച്ചു വച്ച അലിഫും ആ പഠിച്ചു വച്ച മലയാള അക്ഷരങ്ങൾ അറിയുന്നത് ഉപയോഗിച്ച് അറിവിന്ദിലാവിന്റെ മജ്‌ലിസിൽ ഇരുന്ന് എഴുതി വെച്ച വഅദിന്റെ മജ്‌ലിസിൽ എഴുതി വെച്ച നോട്ട് പുസ്തകം മോനെ അത് നീ കത്തിച്ചു കളയാൻ ഉമ്മാന്റെ ഓർമ്മക്ക് കൊണ്ടു നടക്കണം മോനെ. എത്ര മക്കളാണ് ഓഫീസിൽ വന്ന് കൊണ്ട് കാണിച്ചതെന്നറിയോ? അല്ലാഹുവേ അവരൊക്കെ ഖബറിലാണ്. സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. ഒരു ക്യാമറ ഫോൺ ഉപയോഗിക്കാൻ അറിയാത്ത ഉമ്മമാരെ, ഒരു ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ അറിയാത്ത ഉപ്പമാരെ, അറിവിന്ദിലാവില്ല മജ്‌ലിസ് കേൾക്കാൻ, അഥവാ ആ മജ്‌ലിസിൽ ജനലക്ഷങ്ങളെ കൂടെ ആമീൻ പറയാൻ, ആ മജ്‌ലിസിൽ യാസീനോദാൻ, ദിക്റുകൾ ചൊല്ലാൻ, മജ്‌ലിസിൽ ഇരുന്ന് ദിക്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ചൊല്ലിയിട്ട് ആമീൻ പറയാൻ സ്വന്തമായിട്ട് മൊബൈൽ വാങ്ങി പഠിച്ച ഉമ്മമാരും ഉപ്പമാരുണ്ട്. ഉസ്താദേ ഞാനാണ് എന്റെ ഉമ്മാക്ക് ഫോൺ വാങ്ങിക്കൊടുത്തത്, ഞാനാണ് എന്റെ ബാപ്പാക്ക് ഫോൺ വാങ്ങിക്കൊടുത്തത് എന്ന് പറഞ്ഞ മക്കളുണ്ട്. അല്ലാഹ് അവർക്കെല്ലാം ബറക്കത്ത് നൽകണേ അല്ലാഹ്, ഐശ്വര്യം നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്, ഖൈർ നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. കൂടുതൽ പറഞ്ഞാലേ സമയം കുറെ വൈകിപ്പോകും. 19:27 അപ്പോ നോട്ട് പുസ്തകം ഉള്ളവര് അതന്നെ മതി കേട്ടോ. എന്റെ റമദാൻ നിലാവ് ബുക്ക് അല്ലെങ്കിൽ എന്റെ അറിവ് നിലാവിന്റെ ബുക്ക് ഹെഡിങ് വെച്ചിട്ട് അതെന്തേരുത്, ആ ഇന്നൊരു പേപ്പർ നാളെ ഒരു പേപ്പർ, അങ്ങനെ അങ്ങനെ അതൊരു നോട്ട് പുസ്തകമായിട്ട് വെക്കുക. നിങ്ങളെ കൊണ്ട് അറിയേണ്ടത് എന്ത് ചെയ്താൽ മതി, എഴുതിയാ മതി കേട്ടോ. നിങ്ങളെ കൊണ്ട് അറിയണത് എഴുതിയാ മതി. ഇൻഷാ അല്ലാഹ് ചിലപ്പോ അങ്ങോട്ട് പോയി എന്നൊക്കെ എഴുതുമ്പോ അങ്ങേട്ട് പോയി എന്നൊക്കാവും, അല്ലെങ്കിൽ അങ്ങോട്ട് പോയി എന്നില്ല പേയി എന്നൊക്കാവും. സാരല്ല, അള്ളാഹു അതിനൊക്കെ കൂലി തരും. നമ്മൾ നല്ല നീയത്ത് വെച്ചിട്ട് എഴുതി വെച്ചാലേ അള്ളാഹു കൂലി തരും, ഉറപ്പാണ്.
ഉറപ്പാണ്. അത് നഷ്ടപ്പെടുത്തരുത് കേട്ടോ. നിങ്ങൾ എഴുതി വെക്കുന്നുണ്ടോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല. കാരണം നിങ്ങൾ ഇവിടെ വീട്ടിലാണ്, ഞാൻ ഇവിടെ എൻ്റെ വീട്ടിലാണ്. പക്ഷേ പിന്നെ എനിക്കൊരു ഉറപ്പുണ്ട്, നിങ്ങൾ പറഞ്ഞാൽ അത് കേൾക്കുന്നുള്ളത്. അറിയുന്ന ആളുകൾ, വിഷമില്ലാത്ത ആളുകൾ, തിരക്കുള്ള ആളുകൾ ഉണ്ടാവും. ഓലിത് കേൾക്കുക, അത് പഠിക്കുക. അല്ലാത്ത ആളുകൾ എഴുതി വെക്കുക. അല്ലാതെ എല്ലാവരും എഴുതി വെക്കണം. എങ്ങനെ ഉസ്താദെ പോയി പണിന്റെ അടി കൂടെ ഒക്കെ അത് നടക്കുക? അങ്ങനെയല്ല. വിഷമില്ലാത്ത ആളുകൾ, പ്രയാസമില്ലാത്ത ആളുകൾ കേട്ടോ, അവരോടാണ് പറയുന്നത്. അല്ലാത്ത ആളുകൾ ഇപ്പൊ ജോലി തിരക്കിനടിയിലൊക്കെ ഹെഡ്സെറ്റും വെച്ചിട്ട് വാഴ വെക്കുന്ന ആളുകളുണ്ട്. കടയിൽ കട ജോലി ഇങ്ങനെ നടത്താണ്. അങ്ങനെയുണ്ട്. ഇപ്പൊ ബറാത്ത് രാവിനൊക്കെ എത്ര പീഡ കൊലയിന്മലാണ് അറിയുന്നില്ല കേട്ടത്. ബറാത്ത് രാവിലെ, കഴിഞ്ഞ ബറാത്ത് രാവിലെ ഒരുപാട് ആൾക്കാർ പറഞ്ഞതിനോട്. ചില ആൾക്കാർ വന്ന് പറയും, എന്റെ ചങ്ങായി ഇജല്ലാതെ ഇത് കേൾക്കുമെന്ന്. ഓല് കേൾക്കും, ആരെന്ത് പറഞ്ഞാലും ഓല് കേൾക്കും. പറയുന്ന പോലെ അതെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു നിർത്തൂല. നമ്മൾ ആ ഭാഗം തന്നെ ശ്രദ്ധിക്കണം. നമ്മളെ ഉസ്താദുമാര്, മഹാന്മാര് കാണിച്ചു തന്ന ആ ഭാഗം മാത്രം ശ്രദ്ധിച്ചു പോകാം. നമുക്കൊരൊറ്റ റൂട്ട്, മഹാന്മാരുടെ റൂട്ട്, നമ്മുടെ ഉസ്താദുമാരുടെ റൂട്ട്, നമ്മുടെ നേതൃത്വത്തിന്റെ റൂട്ട്. നമ്മളടുത്ത് എന്തെങ്കിലും പിഴവ് വരുമ്പോ, നമ്മളടുത്ത് എന്തെങ്കിലും പാളിച്ച് വരുമ്പോ നമുക്ക് തിരുത്തി തരാൻ ഇവിടെ ഉസ്താദുമാരുണ്ട്, നമുക്ക് തിരുത്തി തരാൻ നമ്മുടെ നേതൃത്വമുണ്ട്. അത് പറഞ്ഞാലേ ആ റൂട്ടിനനുസരിച്ച് നമ്മുടെ മജ്‌ലിസ് പോകുള്ളൂ. യാതൊരു സംശയവുമില്ല. അത് അതിന് മാത്രമേ പോകുള്ളൂ. അത് ആ റൂട്ടിന് മാത്രമേ പോകൂ. നമ്മുടെ ഉസ്താദുമാരും നമ്മുടെ നേതൃത്വവും പറയുന്ന അതേ റൂട്ടിൽ പോവുള്ളൂ. തിരുത്തി തന്നാല് തിരുത്തേണ്ടത് തിരുത്തിയിട്ടേ മുന്നോട്ട് പോവുള്ളൂ. അത് കരുതിയിട്ട് നമ്മൾ ആരും കുറ്റം പറയാനോ, ഗീബത്ത് പറയാനോ, നമീമത്ത് പറയാനോ, ചീത്ത പറയാനോ ഒന്നും പോകരുത്. അപ്പൊ പറഞ്ഞു വരാം, ബറാത്ത് രാവിലെ എത്ര കടകളിൽ അറിവിനിലാവ് കേട്ടില്ല. പതിരാ സമയത്തൊക്കെ അള്ളാഹു എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, എല്ലാവർക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. എത്ര അമ്മമാര്, എത്ര അച്ഛന്മാര്, ഒരുപാടുണ്ട്. അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ. എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ നാളെ റമദാന്റെ പൊരുത്തം കിട്ടാത്തൊരു വിഭാഗമുണ്ട്. അതാരാന്നുള്ളത് ഇൻഷാ അല്ലാഹ് നാളെ പറയും. ഇൻഷാ അല്ലാഹ് മറക്കണ്ട. ആ വിഭാഗത്തിൽ നമ്മൾ പെടാൻ പാടില്ല. എവിടെ മക്കളെവിടെ? ഓടിവാ. എവിടെ മക്കളെവിടെ? നിങ്ങൾ ഇരിക്കും, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചൊല്ലണത്. വേഗം വരി. ഇൻഷാ അല്ലാഹ്. اللهم صل على سيدنا محمد النبي الأمي محيي النفوس صلاة تسعدنا بها في جميع الدروس وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي محيي النفوس صلاة تسعدنا بها في جميع الدروس وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي محيي النفوس صلاة تسعدنا بها في جميع الدروس وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي محيي النفوس صلاة تسعدنا بها في جميع الدروس وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي محيي النفوس صلاة تسعدنا بها في جميع الدروس وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي محيي النفوس صلاة تسعدنا بها في جميع الدروس وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد محيي النفوس سيدنا محمد النبي الأمي محيي النفوس صلاة تسعدنا بها في جميع الدروس وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي محيي النفوس صلاة تسعدنا بها في جميع الدروس وعلى آله وصحبه وسلم. بسم الله الرحمن الرحيم.
ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب അല്ലാഹുവേ ഞങ്ങളെ മക്കളെ നല്ല മാർക്കിൽ വിജയിപ്പിക്കണേ അല്ലാഹ് നല്ല മാർക്കോടെ ഞങ്ങളെ മക്കളെ വിജയിപ്പിക്കണേ അല്ലാഹ് നല്ല മാർക്കോടെ ഞങ്ങളെ മക്കളെ വിജയിപ്പിക്കണേ അല്ലാഹ് നല്ല മാർക്കോടെ ഞങ്ങളെ മക്കളെ വിജയിപ്പിക്കണേ അല്ലാഹ് പരീക്ഷയാണ് ഞങ്ങളെ മക്കൾക്ക് വരുന്നത് നല്ല റാഹത്തോടെ വിജയിപ്പിക്കണേ റഹ്മാനേ നല്ല സന്തോഷത്തോടെ ഞങ്ങളെ മക്കളെ വിജയിപ്പിക്കണേ റബ്ബേ അല്ലാഹുവേ അല്ലാഹുവേ പരീക്ഷയോടുള്ള പേടി മാറ്റി കൊടുക്കണേ അല്ലാഹ് പരീക്ഷയോടുള്ള പേടി മാറ്റി കൊടുക്കണേ അല്ലാഹ് പരീക്ഷയോടുള്ള പേടി മാറ്റി കൊടുക്കണേ അല്ലാഹ് 10ാം ക്ലാസ്സിലും +1 +2 പടച്ച റബ്ബേ പല എക്സാമുകളും എഴുതാൻ നിൽക്കുന്ന സഹോദര സഹോദരിമാരുണ്ട് പല പരീക്ഷകളും എഴുതാൻ നിൽക്കുന്ന സഹോദര സഹോദരിമാരുണ്ട് എല്ലാ പരീക്ഷയിലും നല്ല വിജയം കൊടുക്കണേ അല്ലാഹ് എല്ലാ പരീക്ഷയിലും നല്ല വിജയം കൊടുക്കണേ അല്ലാഹ് എല്ലാ പരീക്ഷയിലും നല്ല വിജയം കൊടുക്കണേ അല്ലാഹ് ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ പടച്ചവനേ ഈ പവിത്രമായ മജ്ലിസിൽ നിന്ന് ഞങ്ങളെ കൂടെ ദിക്റുകൾ ചൊല്ലുന്ന ഉമ്മമാരുണ്ട് ദിക്റുകൾ ചൊല്ലുന്ന ഉപ്പമാരുണ്ട് അറിവിന്നിലാവിന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങള് എത്രയോ സങ്കടങ്ങളും വിഷമങ്ങളും ഉള്ളവരാണ് എത്രയോ പ്രയാസങ്ങളുള്ളവരാണ് ഓരോ ദിവസവും ഇന്ന് അറിവിന്നിലാവ് ഓഫീസിൽ വന്ന് ഉസ്താദേ ദുആർക്കണട്ടോ എന്ന് പറഞ്ഞ് വസിയത്ത് ചെയ്ത് ഞങ്ങളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ച എത്ര ആളുകളാണുള്ളത് ഓരോ ദിവസങ്ങളിലും ഓഫീസിൽ വന്ന് ദുആർക്കണട്ടോ എന്ന് പറഞ്ഞ് വസിയത്ത് ചെയ്ത എത്ര ഉമ്മമാരാണ് റഹ്മാനേ പാവങ്ങളാണ് അല്ലാഹ് കുറെ സങ്കടങ്ങളുമായിട്ടാണ് അവര് വരുന്നത് കുറെ വിഷമങ്ങളുമായിട്ടാണ് അവര് വരുന്നത് റഹ്മാനേ എല്ലാം നിനക്കറിയാലോ എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ അല്ലാഹ് സുഖമില്ലാത്ത ആളുകളെ അല്ലാഹുവേ വാഹനങ്ങളിൽ വന്നവരുണ്ട് ഇന്നൊരു പ്രിയപ്പെട്ട സഹോദരിയെ ആംബുലൻസിൽ കൊണ്ടുവന്നിരുന്നു ക്യാൻസർ ആണ് അല്ലാഹ് ആ പ്രിയപ്പെട്ട സഹോദരിക്ക് ശിഫ നൽകണേ അല്ലാഹ് ശിഫ നൽകണേ അല്ലാഹ് റഷീദ എന്ന സഹോദരി സുഖമില്ലാതെ ആംബുലൻസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് പാവമാണ് റബ്ബേ രോഗം മാറ്റണേ അല്ലാഹ് രോഗം മാറ്റണേ അല്ലാഹ് രോഗം മാറ്റണേ അല്ലാഹ് പടച്ചവനേ അറിവിന്നിലാവൻ കുടുംബങ്ങളെ സങ്കടങ്ങളൊക്കെ പറഞ്ഞവരുണ്ട് വിഷമങ്ങളൊക്കെ പറഞ്ഞവരുണ്ട് കുറെ സങ്കടങ്ങൾ പറഞ്ഞ് കുറെ വിഷമങ്ങൾ പറഞ്ഞ് ദ്വാർക്കണട്ടോ എന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹ്
അവരെല്ലാവർക്കും നീ സലാമത്ത് നൽകണേ അല്ലാ. പ്രിയപ്പെട്ടവരെ, ഹദ്ദാദ് റാത്തീബ് ചൊല്ലുകയാണ്. ഹദ്ദാദ് ജീവിതത്തിൽ എപ്പോഴും പതിവാക്കേണ്ട ദിക്റാണ്. ഇന്നൊരു കുഞ്ഞിനെ കൊണ്ടുവന്നിരുന്നു ഉസ്താദേ, ഞങ്ങൾക്ക് ഒരുപാട് മുന്നോണ കുഞ്ഞിനെ കൊണ്ടുവന്നിരുന്നു ഉസ്താദ് ദ്വാരിക്കണേ. ആ പ്രിയപ്പെട്ട കുഞ്ഞേ നടക്കുന്നില്ല, സംസാരിക്കുന്നില്ല. അവരന്ന് വന്നപ്പോ ഞാൻ പറഞ്ഞിരുന്നേ, നിങ്ങൾ ഹദ്ദാദ് റാത്തീബ് എന്ന് ചൊല്ലിയിട്ട് കുട്ടിയെ മന്ത്രിച്ചു കൊടുക്കണം, എന്നും ഹദ്ദാദ് റാത്തീബ് ചൊല്ലണം. ഹദ്ദാദ് റാത്തീബ് എല്ലാ ദിവസവും ചൊല്ലിയിട്ട് കുഞ്ഞിനെ നിങ്ങൾ മന്ത്രിച്ചു കൊടുക്കണം. ഇപ്പൊ നല്ല മാറ്റമുണ്ട് ഉസ്താദേ, കുറെ മാറ്റമുണ്ട് അൽഹംദുലില്ലാ, കുറെ മാറ്റമുണ്ട് അൽഹംദുലില്ലാ, കുറെ മാറ്റമുണ്ട് അൽഹംദുലില്ലാ. ഹദ്ദാദിന്റെ ദിക്റുകൾ വലിയ പുണ്യമേറിയതാ, വലിയ മഹത്വമേറിയതാ, വലിയ മഹത്വമേറിയതാണ്. അതുകൊണ്ട് ഹദ്ദാദ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കരുത്. പറമ്പൂരിൽ നിന്ന് ഉമ്മ ലിവറിന് പ്രോബ്ലം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ടെസ്റ്റ് ഉണ്ട്, ആ ടെസ്റ്റിൽ ഒരു കുഴപ്പവുമില്ലാതെ സലാമത്താക്കണേ അല്ലാ. സലാമത്താക്കണേ അല്ലാ.